ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം. ഇത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് ഇടുന്നത്. സോറി ഫോർ ഇത്ര ലേറ്റ് ആയിട്ട് ഇട്ടതിന്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, ഉപ്പ്, തൈര്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരച്ചത്, ഒരു മുട്ട, പിന്നെ ജീരകം, അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഫസ്റ്റ് തന്നെ മസാലകളൊക്കെ ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഞാൻ നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടും ചിക്കനിലോട്ട്. അത് കാരണമാണ് കാശ്മീരി മുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുള്ളത്. മസാല ഒക്കെ നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അതിലോട്ട് ചേർത്തി കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലോർ ആണ്. എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, മസാലയൊക്കെ ഒന്ന് അതിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്തി കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്തി കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നാണ് മോൻ വന്നിട്ട് പറഞ്ഞത് അവർക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കണം, അത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ കെച്ചപ്പൊക്കെ ചേർക്കുന്നതിൻ്റെ മുമ്പിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അവനക്ക് ശരിക്കും കെച്ചപ്പ് അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയിട്ട് ഒരു കെച്ചപ്പ് ഉണ്ടാക്കി. ആ കെച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കണ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ തക്കാളി ഞാൻ വേവിക്കൊന്നും ചെയ്തില്ല. തക്കാളി, ഗ്രാമ്പു, പട്ട ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് പിന്നെ വിനീഗറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ച് പോലെയാക്കി. അപ്പോൾ എന്നതിന് ശേഷം ഈ പൊരിച്ച ചിക്കനിലോട്ട് ഞാൻ ആ വറ്റിച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്തി കൊടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി കോമ്പിനേഷനായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യണേക്കാട്ടി ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് തോന്നി. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതെനിക്ക് വലിയൊരു ഹെൽപ്ഫുള്ളാവും. ഇപ്പോൾ ഞാൻ അങ്ങനെ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കും. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പിയുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.